നമസ്കാരം സുഹൃത്തുക്കളെ, ഐഷാം സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ യൂട്യൂബിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൂരിഭാഗം ക്രിയേറ്റർമാരും ഇത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ടെക് ചാനലാണോ, കുക്കിംഗ് ചാനലാണോ, വ്ളോഗിംഗ് ചാനലാണോ എന്നത് പ്രശ്നമല്ല. യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ചാനലുകളുള്ള ഈ സമയത്ത് നിങ്ങളുടെ വീഡിയോകൾ മാത്രം ആളുകൾ തെരഞ്ഞു പിടിച്ച് കാണാൻ ഒരു പ്രത്യേക തന്ത്രമുണ്ട്. ഇതിനെ മാർക്കറ്റിംഗ് രംഗത്ത് പർപ്പിൾ കൗ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നു. എന്താണ് ഈ പർപ്പിൾ കൗ? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുവശത്തും ഒരുപാട് പശുക്കളെ കാണുന്നു. എല്ലാം സാധാരണ തവിട്ടോ കറുപ്പോ നിറമുള്ള പശുക്കൾ. കുറച്ചു ദൂരം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വലിയ താല്പര്യം തോന്നില്ല. എന്നാൽ പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറമുള്ള പശുവിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും നിങ്ങൾ വണ്ടി നിർത്തും, ഒരു ഫോട്ടോ എടുക്കും, അത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. ആ പർപ്പിൾ പശു മറ്റുള്ളവയേക്കാൾ മികച്ചതായതുകൊണ്ടല്ല നിങ്ങൾ അത് ചെയ്തത്, മറിച്ച് അത് മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. യൂട്യൂബിലും നമ്മളൊരു പർപ്പിൾ കൗ ആകണം. അതായത് നിങ്ങളുടെ വീഡിയോ കണ്ടാലുടൻ ആളുകൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതിനുള്ള 4 വഴികൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ക്രിയേറ്റർമാരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. അവർ തങ്ങളുടെ കാറ്റഗറിയിലെ ഏറ്റവും വലിയ ചാനൽ ഏതാണെന്ന് നോക്കും. എന്നിട്ട് അവരുടെ തമ്പനയിൽ കോപ്പി അടിക്കും, ടൈറ്റിൽ അതേപടി അനുകരിക്കും. അവർ ചെയ്ത അതേ വീഡിയോ ചെറുതായിട്ടൊന്ന് മാറ്റി ചെയ്യും. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. യൂട്യൂബ് ഒരു വ്യൂവർക്ക് ആ വലിയ ചാനലിന്റെ വീഡിയോയും നിങ്ങളുടെ വീഡിയോയും ഒരുമിച്ച് കാണിച്ചാൽ അയാൾ എപ്പോഴും ആ വലിയ ചാനലിലെ ക്ലിക്ക് ചെയ്യൂ. കാരണം അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വിശ്വാസ്യതയും ഉണ്ട്. അവിടെ നിങ്ങൾ വെറും ഒരു സാധാരണ പശുവായി മാറിപ്പോകുന്നു. നിങ്ങൾ അവരെക്കാൾ ബെറ്റർ ആകാൻ നോക്കരുത്. കാരണം ബെറ്റർ ആകുന്നത് പലപ്പോഴും ആളുകൾ തിരിച്ചറിയില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ചെയ്യുക എന്നതാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വ്യത്യസ്തനാകാനുള്ള ആദ്യത്തെ തന്ത്രമാണ് ഫോർമാറ്റ് കോളിഷൻ. അതായത് യൂട്യൂബിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത 2 വ്യത്യസ്ത മേഖലകളെ ഒന്നിച്ചു ചേർക്കുക. ഉദാഹരണത്തിന്, സാധാരണ ഫിറ്റ്നസ് ചാനലുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഒരു ക്രിയേറ്റർ പ്രശസ്തമായ ഒരു ആനിമേഷൻ കാർട്ടൂൺ കഥാപാത്രത്തിന്റെ വർക്കൗട്ട് ചലഞ്ച് 100 ദിവസം തുടർച്ചയായി ചെയ്ത് വീഡിയോ ഇട്ടു. ആനിമേഷൻ ഇഷ്ടപ്പെടുന്നവരും ഫിറ്റ്നസ് നോക്കുന്നവരും ഒന്നിച്ച് ആ വീഡിയോ കണ്ടു. അത് വൻ വൈറലായി. മറ്റൊരു ഉദാഹരണം ASMR, തോക്കുകളുടെ ശബ്ദം. ASMR എപ്പോഴും ശാന്തമായ ശബ്ദമാണ്, തോക്കുകൾ ക്രൂരമായ ശബ്ദവും. ഈ 2 വിപരീത കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്തപ്പോൾ അത് കാണാൻ ആളുകൾ ഇരച്ചെത്തി. രണ്ടാമത്തെ തന്ത്രം ആൾട്ടർനേറ്റീവ് കോണ്ടെക്സ്റ്റ് ആണ്. ഒരു സാധാരണ വിഷയത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുക. ഉദാഹരണത്തിന്, ഒരു സാധാരണ കുക്കിംഗ് ചാനലിന് പകരം 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കി ജീവിച്ചിരുന്നത് എന്ന പശ്ചാത്തലത്തിൽ ഒരു ക്രിയേറ്റർ വീഡിയോകൾ ചെയ്തു. ആ കാലഘട്ടത്തിലെ വസ്ത്രധാരണവും രീതികളും കണ്ടപ്പോൾ ആളുകൾക്ക് അതൊരു പുതിയ അനുഭവമായി മാറി. മൂന്നാമത്തെ തന്ത്രം കമ്മിറ്റ്മെന്റ് പ്രെമിസ് ആണ്. അതായത് മറ്റാർക്കും പെട്ടെന്ന് കോപ്പി അടിക്കാൻ പറ്റാത്ത അത്ര വലിയ ലക്ഷ്യമല്ലെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്കുക. ഉദാഹരണത്തിന്, ഒരു ഗെയിമിംഗ് ക്രിയേറ്റർ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈ ലോകത്തിലിറങ്ങിയ എല്ലാ N64 ഗെയിമുകളും കളിച്ചു തീർക്കാൻ പോവുകയാണ്. അതിന് ഏകദേശം 4 മുതൽ 5 വർഷം വരെ സമയമെടുക്കും. നിങ്ങളുടെ ഈ കഠിനാധ്വാനം കാണുമ്പോൾ ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആർക്കും ഇത് പെട്ടെന്ന് കോപ്പി അടിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അത്രയും വർഷങ്ങൾ അധ്വാനിക്കേണ്ടി വരും. നാലാമത്തെ തന്ത്രം ഇംപ്രോബബിൾ സോഴ്സ് ആണ്. അതായത് നിങ്ങളുടെ യഥാർത്ഥ ജോലിയോ യോഗ്യതയോ വെച്ച് ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടന്റ് ചെയ്യുക. ഉദാഹരണത്തിന്, കോളേജിലെ ഒരു മലയാളം പ്രൊഫസർ വന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുതിയ മാസ് സിനിമയുടെ ട്രെയിലർ കണ്ട്
അതിലെ സാഹിത്യവും ഡയലോഗുകളും വിശകലനം ചെയ്താൽ എങ്ങനെയിരിക്കും? ആളുകൾ അത്ഭുതത്തോടെ അത് ക്ലിക്ക് ചെയ്യും. സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ വെറുതെ കോപ്പി അടിച്ച് ഒരു സാധാരണ ക്രിയേറ്ററായി മാറാതെ നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് വ്യത്യസ്ത മേഖലകളെ ഒന്നിച്ചു ചേർത്ത് ഒരു പർപ്പിൾ കൗ ആകാൻ നോക്കൂ. ഈ പറഞ്ഞ 4 തന്ത്രങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ചാനലിന് അനുയോജ്യം എന്ന് ചിന്തിക്കുക. ടെക്നോളജിയിലെയും യൂട്യൂബിലെയും ഇത്തരം വമ്പൻ അപ്ഡേറ്റുകൾ ലളിതമായി നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ ഐഷാം സൊല്യൂഷൻസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.